എല്ലാവർക്കും നമസ്കാരം. ഞാൻ അബി. ഞാൻ കുറച്ച് നാളായി ഭക്തി സംബന്ധമായിട്ടുള്ള വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തിട്ട്. അതുമാത്രമല്ല, സനാതനധർമ്മം റിലേറ്റ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോസ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ചായി. വേറൊന്നുമല്ല, അല്പം തിരക്കുകൾ കാരണമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അക്കാഡമിക്സ് ആ ഒരു ഇതായിട്ട് ഞാൻ ഇത്തിരി ബിസിയാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും വീഡിയോസ് ഇടാനായിട്ട് പറ്റാറില്ല. പിന്നെ ഉണ്ട്, ഒരുപാട് കണ്ടൻസ് പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ വഴിയെ ഞാൻ എന്തായാലും ടൈം കിട്ടുന്നത് പോലെ അപ്ലോഡ് ചെയ്തോളാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, കീർത്തനങ്ങളും മന്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസവും. അത് പലവർക്കും ഒരു സംശയം ഉണ്ടാവും. അതായത്, നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ മന്ത്രം ചൊല്ലി വേണോ പ്രാർത്ഥിക്കാൻ അതോ കീർത്തനം ചൊല്ലി വേണോ പ്രാർത്ഥിക്കാൻ എന്നുള്ളതാണ്. പലവർക്കും ഈ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരം തരാനായിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ നിന്ന് വന്നേക്കുന്നത്. അപ്പോൾ അതായത്, മന്ത്രം എന്ന് പറഞ്ഞാലും കീർത്തനം എന്ന് പറഞ്ഞാലും രണ്ടും രണ്ട് കാറ്റഗറിയാണ് യഥാർത്ഥത്തിൽ. അതായത്, മന്ത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, പ്രപഞ്ചത്തിൻ്റെ സൗണ്ടാണെന്നാണ് പറയുന്നത്. ലൈക്ക് ആ മന്ത്രത്തിന് പിന്നിലൊരു ശാസ്ത്രമുണ്ട്. ഓരോ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോഴും അതിന് പിന്നിൽ ചൊല്ലേണ്ട രീതിയുണ്ട്, ശാസ്ത്രവുമുണ്ട്. പക്ഷെ കീർത്തനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു കലയാണ്. അതായത് കലാപരമായിട്ടുള്ള സംഭവമാണ്, സംഗീതമാണ് കീർത്തനം എന്ന് പറയുന്നത്. പക്ഷെ മന്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കലയല്ല, അതൊരു ശാസ്ത്രമാണ്. നമ്മളിപ്പോൾ ഓരോ മന്ത്രം ചെല്ലുമ്പോഴും ശരിക്കും നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു. ശരിക്കും ആ ഒരു രീതിയിൽ വേണം, ആചാര്യന്മാരെല്ലാവരും പറയുന്നത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലാനെന്നാണ്. കാര്യം ഓരോ മന്ത്രം, ഇപ്പൊ ഗായത്രി മന്ത്രം ആണെന്നുണ്ടെങ്കിൽ തന്നെ, അതായത് എല്ലാ മന്ത്രങ്ങളുടെയും മൂലമന്ത്രം എന്നറിയപ്പെടുന്നത്, അതായത് ഏതൊരു മന്ത്രം നമുക്ക് പഠിക്കുന്നതിന് മുമ്പും ആദ്യം പഠിക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഇപ്പൊ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് തന്നെ നമ്മൾ ഇങ്ങനെയാണ്. ഞാനൊന്ന് ചൊല്ലി കേൾപ്പിക്കാം നിങ്ങൾക്കായി. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ ജോ ന പ്രചോദയാത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ മന്ത്രം ചൊല്ലണേ. എന്നാൽ കീർത്തനത്തിന് അങ്ങനെയല്ല. അതായത് ഓരോരുത്തർ അവരുടേതായുള്ള രാഗത്തിലും താളത്തിലും ഒക്കെയാണ് നമ്മൾ കീർത്തനങ്ങൾ ചൊല്ലുന്നത്. ഇപ്പം ഈ മന്ത്രം ചൊല്ലുമ്പോൾ തന്നെ, അതായത് ഓരോ വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോഴും, ഇപ്പം ഈ ഓം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദീർഘമായി ശ്വാസം എടുത്തിട്ട് വേണം ഓം ഇങ്ങനെ ചൊല്ലാനായിട്ട്. അപ്പം അതാണ്, ഓരോ മന്ത്രത്തിനും ആ ഒരു മോഡുലേഷൻ ഉണ്ട് ചൊല്ലേണ്ടതായിട്ടുള്ള. അപ്പോൾ നിങ്ങളുടെ സംശയത്തിനുള്ള ഉത്തരം വേറെ ഒന്നുമല്ല. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും മൂലമന്ത്രങ്ങൾ ചൊല്ലി വേണം പ്രാർത്ഥിക്കാനായിട്ട്. എന്ന് കരുതി കീർത്തനങ്ങൾ വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മന്ത്രത്തിന്, അതായത് ഞാൻ പറഞ്ഞു പ്രപഞ്ചത്തിൻ്റെ ശബ്ദമാണ് ഈ ഓം എന്ന് പറയുന്നത് തന്നെ, പ്രപഞ്ചത്തിൻ്റെ ശബ്ദമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മന്ത്രം ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു എനർജി പ്രപഞ്ചത്തിൻ്റെ എനർജി ആയിട്ട് ഈക്വലൈസ് ആയി പോവുകയാണ് അവിടെ യഥാർത്ഥത്തിൽ. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസിയിൽ എന്താ പറയുക, നാച്ചുറൽ ഫ്രീക്വൻസി, നമ്മുടെ ആ മന്ത്രത്തിൻ്റെ ഫ്രീക്വൻസി, ഇത് രണ്ടും തുല്യമാക്കുകയാണ് അവിടെ മന്ത്രം ചെല്ലുമ്പോൾ. അപ്പോഴാണ് നമുക്ക് എന്താ പറയുക, ഇതേപോലത്തെ ദൈവീക ശക്തികൾക്ക് നമ്മളിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പം മന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എനർജി, അതായത് മനുഷ്യ ശരീരത്തിലുള്ള എനർജിയെ ദൈവിക ശക്തികളായിട്ടുള്ള എനർജിയെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. ശാസ്ത്രം പറയുന്ന അതാണ്, ശാസ്ത്രീയമായ ഉത്തരവും അതാണ്. രണ്ട് എനർജികളെ തമ്മിൽ ബന്ധിപ്പിക്കുവാനായിട്ടാണ്, അതായത് രണ്ട് എനർജികൾ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രങ്ങൾ. നമ്മളെല്ലാവരും ചെറുതിലെ ഫിസിക്സിലൊക്കെ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണ്, ഓരോ ഒബ്ജക്റ്റിനും അതിൻ്റേതായിട്ടുള്ള നാച്ചുറൽ ഫ്രീക്വൻസി എന്നൊക്കെ നമ്മൾ പറയുന്നില്ല. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിനൊരു ഫ്രീക്വൻസി ഉണ്ട്, ദൈവിക ശക്തികൾക്കൊരു ഫ്രീക്വൻസി ഉണ്ട്, പ്രപഞ്ചത്തിന് മറ്റൊരു ഫ്രീക്വൻസി ഉണ്ട്. റെസണൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം റെസണൻസിൽ എത്തുന്നെങ്കിൽ എന്ത് വേണം, നമുക്ക് ഈ മന്ത്രങ്ങളും എല്ലാ എനർജിയും തമ്മിൽ ഒരു ഈക്വലൻസിൽ എത്തണം അല്ലേ? അത് തന്നെയാണ് മന്ത്രത്തിൻ്റെ കാര്യത്തിൽ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മന്ത്രം ചൊല്ലി വേണം പ്രാർത്ഥിക്കാൻ, എന്നാലാണ് ദൈവിക ശക്തികൾക്ക് നമ്മളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് പിന്നെയും സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകും. അപ്പം അതെന്താ, മന്ത്രം അറിയാത്തവർക്കും പ്രാർത്ഥിക്കേണ്ടേ, മന്ത്രം അറിയാത്തവരെ ദൈവം അനുഗ്രഹിക്കില്ലേന്ന്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ ഒരു മന്ത്രം ചൊല്ലിയില്ലെങ്കിൽ പോലും മൂലമന്ത്രങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൈന്ദവീയ വിശ്വാസപ്രകാരം അതാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, മൂലമന്ത്രങ്ങൾ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ ശിവൻ്റെ, അതുകൊണ്ടാണ് ഓരോ ക്ഷേത്രത്തിൽ നിങ്ങൾ പോകുമ്പോഴും അറിയാൻ പറ്റും,
അതിൻ്റെ അതായത് ഇപ്പോൾ ശിവക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ അവിടെ ഓം നമഃശിവായ അല്ലെങ്കിൽ നമഃശിവായ ഉള്ള പഞ്ചാക്ഷരി അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോവുകയാണെങ്കിൽ ഓം നമോ നാരായണായ അത് എല്ലാ ക്ഷേത്രത്തിലും എഴുതി വെക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ആ ഒരു മന്ത്രം ചൊല്ലി വേണം പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ മൂലമന്ത്രങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടി? പ്രാർത്ഥിക്കുവാൻ വേണ്ടി. ഇനി കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു തരത്തിലൊരു സ്തുതിഗാനങ്ങളാണ്. അതായത് ഭഗവാനെ സ്തുതിക്കുന്നു അല്ലെങ്കിൽ ഭഗവാനെ വർണ്ണിക്കുന്നു. അതും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഭക്തി തന്നെ കാണിക്കുന്നതാണ്. ഇപ്പം ഈ കീർത്തനങ്ങളൊക്കെ രചിക്കുന്നവർ അവരുടെ ഉള്ളിലെ ഭക്തിയാണ് യഥാർത്ഥത്തിൽ ആ ഒരു കീർത്തനമായിട്ട് പുറത്തു വരുന്നത്. പക്ഷെ അതെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു കലാപരമായിട്ടുള്ളതാണ്. അതായത് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള സൃഷ്ടിയാണ് കീർത്തനങ്ങളെന്ന് പറയുന്നത്. പക്ഷെ മന്ത്രങ്ങളെന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ മുനിമാരും ഋഷിമാരും ആചാര്യന്മാരും എല്ലാവരും ചിട്ടപ്പെടുത്തിയതാണ് മന്ത്രങ്ങൾ. ഈ നോർത്ത് ഇന്ത്യൻ ക്ഷേത്രങ്ങളിൽ നമ്മൾ പൊതുവേ പോകുമ്പോൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് കീർത്തനങ്ങളാണ്. കാര്യം അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രങ്ങൾ അധികം അങ്ങോട്ട് ചൊല്ലുന്ന ഞാൻ കണ്ടിട്ടില്ല. ആകെ എൻ്റെ ഒരു അറിവിൽ അവർ ചൊല്ലുന്നത് ഒരു ഗണപതി വന്ദനം ചൊല്ലും, പിന്നെ ഹവനമന്ത്രം എന്നും പറഞ്ഞൊരു മന്ത്രം, അങ്ങനെ അപൂർവമാണ്. അപ്പം അവർ ആ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ കീർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്. കൂടുതലും യഥാർത്ഥത്തിൽ നമ്മുടെ ഇതിനകത്ത് കീർത്തനങ്ങൾ വന്നത് ഈ നോർത്ത് ഇന്ത്യൻ ട്രഡീഷനിൽ കൂടുതൽ ഇത് കൊണ്ടുവന്നേ പിന്നെയാണ്. കാര്യം അവിടെ നിന്നാണ് ഈ കീർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു ഇത് ഉത്ഭവിച്ചത്. അപ്പോൾ കീർത്തനങ്ങൾ ചൊല്ലിയാലും ഭഗവാന് സംതൃപ്തിയാവും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അതായത് നമ്മളിപ്പോൾ ഒരു മന്ത്രം ഒരു വട്ടം ചൊല്ലുന്നതും ഒരു കീർത്തനം 1000 വട്ടം ചൊല്ലുന്നതും തമ്മിലുള്ള നല്ല വ്യത്യാസമുണ്ട്. അതായത് ഇപ്പം നമ്മൾ മന്ത്രം എന്ന് പറയുന്നത് അത്രയും ശക്തമായിട്ടുള്ള ഒന്നായതുകൊണ്ട് നമ്മൾ ഒരൊറ്റ തവണ ചൊല്ലിയാൽ തന്നെ 1000 കീർത്തനം ചൊല്ലുന്നതിന് തുല്യമാണ് നമ്മൾ ഒരു മന്ത്രം ചൊല്ലുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പം എൻ്റെയൊക്കെ ഇതിനകത്ത് ഞാൻ കൂടുതലും മന്ത്രം ചൊല്ലിയാണ് ഭഗവാനെ പ്രാർത്ഥിക്കാറുള്ളത്. കീർത്തനങ്ങൾ ഞാൻ അങ്ങനെ അധികം ഫോളോ ചെയ്യാറില്ല. അറിയാം, കുറച്ചൊക്കെ കീർത്തനങ്ങൾ അറിയാം, പക്ഷെ എന്നിരുന്നാലും മന്ത്രങ്ങളാണ് കൂടുതലും പറയാറുള്ളത്. അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം. ഇപ്പോൾ കീർത്തനം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ആലപിച്ചുകൊണ്ടേ ഇരിക്കണം. അതായത് ഒരുപാട് കീർത്തനങ്ങൾ ചൊല്ലുമ്പോഴാണ് ഒരു മന്ത്രത്തിൻ്റെ ശക്തിയിലോട്ട് എത്തുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ തരാൻ ഉദ്ദേശിച്ചൊരു വിശദീകരണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സംശയത്തിന് ഉത്തരമായി എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. താങ്ക്